വില്ലാളി വീരനായ അർജുനന് ശ്രീകൃഷ്ണ സഹോദരിയായ സുഭദ്രയിൽ ജനിച്ച ചന്ദ്രദേവന്റെ അംശാവതാരമായ അഭിമന്യുവിനെ കൗരവർ ചക്രവ്യൂഹത്തിൽ ചതിച്ചു കൊന്ന കഥ നമുക്കറിയാവുന്നതാണ്. എന്നാൽ ശരിക്കും അഭിമന്യുവിന്റെ കഥ അവിടെ തീരുകയാണോ? അല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഹരിവംശത്തിൽ പറയുന്ന അഭിമന്യുവിന്റെ പുനർജന്മ കഥ പറയുകയാണ് അച്ഛൻ പറഞ്ഞ കഥകളുടെ 29-ാം ഭാഗം. തന്റെ 16-ാം വയസ്സിൽ കൗമാരപ്രായത്തിൽ തന്നെ വീരമൃത്യു വരിക്കേണ്ടി വന്ന അഭിമന്യുവിന്റെ ആത്മാവ് ദേവലോകത്തെത്തി. തന്റെ മകനായ അർജുനന്റെ പുത്രനായ അഭിമന്യുവിനെ ദേവേന്ദ്രൻ തികഞ്ഞ സ്നേഹത്തോടും വാത്സല്യത്തോടുകൂടി സ്വീകരിച്ചിരുത്തി. എന്നാൽ അഭിമന്യു വളരെയധികം ദുഃഖിതനായിരുന്നു. സ്വന്തം പിതാവായ അർജുനനെയും മാതാവായ സുഭദ്രയെയും പത്നിയായ ഉത്തരയുടെ ഗർഭത്തിലുള്ള തന്റെ കുഞ്ഞിനെയുമൊക്കെ ഓർത്തപ്പോൾ അഭിമന്യു വല്ലാതെ വിഷമിച്ചു. അഭിമന്യുവിന്റെ മനസ്സ് വായിച്ചറിഞ്ഞ മഹാവിഷ്ണു ഉടൻ ദേവലോകത്തെത്തുകയും അഭിമന്യുവിനെ സമാധാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങുകയും ചെയ്തു. മഹാവിഷ്ണു അഭിമന്യുവിനോട് പറഞ്ഞു, ഈ 16 വയസ്സിനുള്ളിൽ തന്നെ അഭിമന്യു തന്റെ ജന്മോദ്ദേശം നിറവേറ്റി കഴിഞ്ഞെന്നും അതിനാൽ ഇത്രയധികം വിഷമിക്കേണ്ട കാര്യമില്ലെന്നും പറഞ്ഞു. എന്നാൽ കാര്യം മനസ്സിലാവാതിരുന്ന അഭിമന്യുവിനോട് മഹാവിഷ്ണു അഭിമന്യുവിന്റെ ജന്മകഥ വിവരിച്ചു. അത് ഇങ്ങനെയായിരുന്നു. ഭൂമിയിൽ അക്രമവും അനീതിയുമൊക്കെ കൊടികുത്തി വാഴുന്ന സമയം. ഇത് കണ്ടിട്ട് മഹാവിഷ്ണു ഒരു തീരുമാനമെടുത്തു. എങ്ങനെയും ഭൂമിയിൽ ധർമ്മം പുനഃസ്ഥാപിക്കണം. അതിനായി ദേവന്മാരെയെല്ലാം വിളിച്ചു കൂട്ടുകയും തന്റെ തീരുമാനം അറിയിക്കുകയും ചെയ്തു. അതനുസരിച്ച് ദേവന്മാർ ഓരോ കാലഘട്ടങ്ങളിലായി മനുഷ്യാവതാരം എടുക്കണമെന്നും അങ്ങനെ ധർമ്മം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടത്തണമെന്നും വിഷ്ണു അറിയിച്ചു. അങ്ങനെ ചന്ദ്രദേവന്റെ മകനായ വർഷസിന്റെ ഊഴമെത്തി. എന്നാൽ സ്വന്തം മകനെ ഭൂമിയിലേക്ക് പറഞ്ഞയക്കാൻ ചന്ദ്രദേവൻ തയ്യാറായില്ല. ചന്ദ്രദേവന്റെ മനസ്സ് മനസ്സിലാക്കിയ മഹാവിഷ്ണു ദേവലോകത്തെത്തുകയും ചന്ദ്രദേവനെ കാണുകയും ചെയ്തു. വർഷസ് 16 വർഷത്തിനുള്ളിൽ തന്നെ തന്റെ ജന്മോദ്ദേശം നിറവേറ്റി തിരികെ എത്തുമെന്ന് മഹാവിഷ്ണു ചന്ദ്രദേവന് വാക്കുകൊടുത്തു. അങ്ങനെ ചന്ദ്രദേവന്റെ മകനായ വർഷസിന്റെ മനുഷ്യ അവതാരമാണ് അഭിമന്യു. അപ്പോഴും അഭിമന്യുവിന്റെ ഉള്ളിൽ സംശയം ബാക്കിയായി. ഈ 16 വയസ്സിനുള്ളിൽ താൻ എങ്ങനെ ജന്മോദ്ദേശം നിറവേറ്റിയെന്നാണ് വിഷ്ണു പറയുന്നത്. അപ്പോൾ മഹാവിഷ്ണു വിശദീകരിച്ചു. ഈ 16 വയസ്സിനുള്ളിൽ തന്നെ ധീരയോദ്ധാവെന്ന് അഭിമന്യു പേരെടുക്കുകയും ഭീഷ്മരും കർണനും ഉൾപ്പെടെയുള്ള യോദ്ധാക്കളെ പരാജയപ്പെടുത്തി പാണ്ഡവപ്പടയുടെ ആത്മവീര്യം ഉയർത്തുകയും ചെയ്തു. അത് തീർച്ചയായിട്ടും വലിയൊരു കാര്യമാണ്. മാത്രമല്ല അഭിമന്യു തൻ്റെ മരണം കൊണ്ടുപോലും യുദ്ധത്തിൻ്റെ ഫലത്തെ മാറ്റിമറിക്കും. അതെങ്ങനെയെന്ന് വെച്ചാൽ അർജുനനിലെ യഥാർത്ഥ പോരാളി പുറത്തു വരുന്നത് തൻ്റെ പ്രിയപ്പെട്ട മകനായ അഭിമന്യുവിൻ്റെ മരണത്തിന് ശേഷമായിരിക്കും. വളരെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം അഭിമന്യു പുനർജന്മം എടുക്കുമെന്നും അതും ശ്രീകൃഷ്ണന്റെ വംശത്തിൽ തന്നെ പുനർജന്മം എടുക്കുമെന്നും ശ്രീകൃഷ്ണന്റെ കാലശേഷം യാദവ വംശത്തിന്റെ പിന്തുടർച്ച അവകാശിയായി മാറുമെന്നും മഹാവിഷ്ണു അഭിമന്യുവിനെ അറിയിച്ചു. അങ്ങനെ അഭിമന്യു തൻ്റെ പുനർജന്മത്തിനായി കാത്തിരുന്നു. കാലങ്ങൾക്ക് ശേഷം ശ്രീകൃഷ്ണന്റെ ചെറുമകനായ അനിരുദ്ധന്റെയും ബാണാസുരന്റെ മകളായ ഉഷയുടെയും മകനായി വജ്രൻ എന്ന പേരിൽ, വജ്രൻ അതായത് വജ്രനാഭൻ എന്ന പേരിൽ അഭിമന്യു പുനർജന്മെടുത്തു. കുട്ടിക്കാലത്ത് തന്നെ തികഞ്ഞ നീതിബോധവും ധർമ്മനിഷ്ഠയും പുലർത്തിയിരുന്ന ആളായിരുന്നു വജ്രനാഭൻ. അഭിമന്യുവിന്റെ എല്ലാ ആയോധന ഗുണങ്ങളും ഒത്തിണങ്ങിയ ആൾ എന്ന നിലയിൽ ഏവരുടെയും സ്നേഹവും ആദരവുമൊക്കെ പിടിച്ചുപറ്റാൻ വജ്രനാഭന് കഴിഞ്ഞിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് യാദവ വംശത്തിന്റെ നാശത്തിലേക്ക് നയിച്ച ആ സംഭവം നടക്കുന്നത്. ഒരിക്കൽ ദുർവാസാവും വസിഷ്ഠനും വിശ്വാമിത്രനും അടങ്ങുന്ന മഹർഷിമാരുടെ ഒരു സംഘം ദ്വാരകയിലെത്തി. ശ്രീകൃഷ്ണന്റെ മകനായ സാമ്പനും കുറച്ച് കൂട്ടുകാരും മഹർഷിമാരെ കാണുകയും അവരെ കളിയാക്കാൻ ഉറക്കുകയും ചെയ്തു. അതിന്റെ ഭാഗമായി കൂട്ടുകാർ സാമ്പനെ ഗർഭിണിയായ ഒരു യുവതിയുടെ വേഷം കെട്ടിക്കുകയും മഹർഷിമാരുടെ മുന്നിലെത്തിക്കുകയും ചെയ്തു. എന്നിട്ട് അവരോട് ചോദിച്ചു, ഇവൾ പ്രസവിക്കുന്നത് ആണാണോ പെണ്ണാണോ എന്ന്. ത്രികാലജ്ഞാനികളായ മഹർഷിമാർ അത്യധികം കോപിഷ്ഠരാകുകയും ഇവൻ പ്രസവിക്കുന്നത് ആണിനെയുമല്ല പെണ്ണിനെയുമല്ല, പകരം ഒരു ഇരുമ്പുലക്കയായിരിക്കുമെന്നും ആ ഇരുമ്പുലക്ക നിങ്ങളുടെ വംശത്തിന്റെ നാശത്തിന് തന്നെ കാരണമാകുമെന്നും അവരറിയിച്ചു. മഹർഷി വചനങ്ങൾ കേട്ട് സാമ്പനും കൂട്ടുകാരും അത്ര കാര്യമാക്കിയില്ല. എന്നാൽ കാലങ്ങൾക്ക് ശേഷം സാമ്പൻ ഒരു ഇരുമ്പുലക്കയെ പ്രസവിച്ചു. യാദവംശത്തിലെ മുതിർന്നവരുടെ നിർദ്ദേശമനുസരിച്ച് ആ ഇരുമ്പുലക്കയെ അവർ പൊടിച്ച് സമുദ്രത്തിൽ ലയിപ്പിച്ചു. ബാക്കി വന്ന ചെറിയ ഒരു ഇരുമ്പ് കഷ്ണം അവർ സമുദ്രത്തിൽ എറിയുകയും ചെയ്തു.
ആ ഇരുമ്പ് കഷ്ണം ഒരു മീനെടുത്ത് വിഴുങ്ങി. ആ മീനിനെ ഒരു മുക്കുവൻ പിടിച്ചു. ഈ മുക്കുവൻ മീനിന്റെ വയറ് കീറിയപ്പോൾ കിട്ടിയ ആ ഇരുമ്പ് കഷ്ണത്തെ ജരൻ എന്ന ഒരു വേട്ടക്കാരന് വിറ്റു. ജരൻ തൻ്റെ അമ്പ് നിർമ്മിക്കാനായി ഈ ഇരുമ്പ് കഷ്ണത്തെ ഉപയോഗിച്ചു. അങ്ങനെ ഒരിക്കൽ ജരൻ കാട്ടിലൂടെ വേട്ടയാടി നടക്കുമ്പോൾ മാനാണെന്ന് തെറ്റിദ്ധരിച്ച് അമ്പെയ്യുകയും ആ അമ്പ് മരച്ചുവട്ടിൽ നിന്ന് ധ്യാനിച്ചിരുന്ന കൃഷ്ണന്റെ കാലിൽ ചെന്ന് തറയ്ക്കുകയും ചെയ്തു. ജരൻ ഓടിച്ചെന്ന് ശ്രീകൃഷ്ണനോട് മാപ്പപേക്ഷിച്ചു. ശ്രീകൃഷ്ണൻ ജരനെ സമാധാനിപ്പിച്ചു. ഇത് വിധിഹിതമാണെന്നും കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ശ്രീരാമനും നീ ബാലിയുമായിരുന്നെന്നും അങ്ങനെ ഞാൻ അന്ന് നിന്നെ വധിച്ചതിൻ്റെ പകരമായി ഈ ജന്മത്തിൽ നിനക്ക് എന്നെ വധിക്കാനുള്ള അവസരം വിധി സൃഷ്ടിച്ചതാണെന്നും പറഞ്ഞു. ശേഷം ശ്രീകൃഷ്ണൻ സ്വർഗാരോഹണം നടത്തുകയും ചെയ്തു. സമുദ്രത്തിൽ ലയിപ്പിച്ച ഇരുമ്പുലക്കയുടെ തരികൾ തീരത്തടിയുകയും അത് ഏരകതൃണം എന്ന പുല്ലായി മുളയ്ക്കുകയും ചെയ്തു. ഒരിക്കൽ യാദവംശത്തിലെ കുട്ടികൾ അവിടെ കളിക്കാനെത്തുകയും പിന്നീട് ഒന്നും രണ്ടും പറഞ്ഞ് അവർ വഴക്കാവുകയും പിന്നീട് അത് വലിയ കലഹമായി മാറുകയും ചെയ്തു. തൊട്ടടുത്തുണ്ടായിരുന്ന ഏരകതൃണം പറിച്ചെടുത്ത് അവർ പരസ്പരം പ്രഹരിച്ചു. ഓരോ ഏരകതൃണവും ഓരോ ഇരുമ്പുലക്കയായി മാറുകയും ഫലത്തിൽ ഈ വഴക്ക് മുതിർന്നവർ ഏറ്റെടുക്കുകയും യാദവംശം മുഴുവൻ തല്ലി നശിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു. അങ്ങനെ യാദവംശത്തിൽ മരിക്കാതെ അവശേഷിച്ചത് വളരെ കുറച്ചു പേർ മാത്രമായിരുന്നു. അതിലൊരാൾ വജ്രൻ എന്ന വജ്രനാഭനായിരുന്നു. യാദവംശത്തിന് സംഭവിച്ച അവസ്ഥ അറിഞ്ഞ് അർജുനൻ അവിടെ എത്തി. ശേഷിച്ച യാദവരെ സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശം അർജുനന്റെ വരവിനുണ്ടായിരുന്നു. അവിടെ വെച്ചാണ് അർജുനൻ ആദ്യമായി വജ്രനാഭനെ കാണുന്നത്. വജ്രനെ കണ്ട മാത്രയിൽ സ്വന്തം മകനായ അഭിമന്യുവിന്റെ സർവ്വഗുണങ്ങളും വജ്രനാഭനിൽ ദർശിക്കാൻ അർജുനന് കഴിഞ്ഞു. അങ്ങനെ ശേഷിച്ച യാദവരെയെല്ലാം അർജുനൻ ഹസ്തിനപുരത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇതേസമയം പാണ്ഡവ സഹോദരന്മാർ രാജ്യഭാരമെല്ലാം ഉപേക്ഷിച്ച് തീർത്ഥയാത്രയ്ക്കുള്ള ഒരുക്കത്തിലായിരുന്നു. അതിന്റെ ഭാഗമായി അവർ അഭിമന്യുവിന്റെ മകനായ പരീക്ഷത്തിനെ ഹസ്തിനപുരത്തിന്റെ രാജാവാക്കുകയും മറുവശത്ത് ഇന്ദ്രപ്രസ്ഥത്തിന്റെ രാജാവായി വജ്രൻ എന്ന വജ്രനാഭനെ നിയമിക്കുകയും ചെയ്തു. കുട്ടിക്കാലം മുതൽക്ക് തന്നെ സ്വന്തം പിതാമഹനായ പ്രദ്യുമ്നിൽ നിന്നും ശ്രീകൃഷ്ണനെക്കുറിച്ചും അർജുനനെക്കുറിച്ചും അഭിമന്യുവിനെക്കുറിച്ചുമൊക്കെ കേട്ടറിഞ്ഞ വജ്രനാഭൻ കുരുവംശത്തിൻ്റെയും യാദവംശത്തിൻ്റെയും എല്ലാം പാരമ്പര്യം നിലനിർത്തുന്ന ഒരു ഭരണമാണ് കാഴ്ചവെച്ചത്. ഇതാണ് അഭിമന്യുവിൻ്റെ പുനർജന്മമായ വജ്രൻ എന്ന വജ്രനാഭന്റെ കഥ. ക്ഷമയോടെ കേട്ടിരുന്നതിന് നന്ദി. അച്ഛൻ പറഞ്ഞ കഥകളുടെ 30-ാം ഭാഗത്തിൽ കാണാം. താങ്ക് യു.